ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ലധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോൾ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർക്കാൻ, ഗുഡ്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. Smoking is injurious to health. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അയാളുമായി ചേർന്ന് ഇവൻ ആദ്യം ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങി. 15 വർഷം കൊണ്ട് 1 ലക്ഷം കോടിയെ സമ്പാദിച്ചു. ലക്ഷം? 1 ലക്ഷം കോടിയോ? 12 സീറോയോ? 12 സീറോസ്. ന്യായത്തിനേക്കാൾ ഒരു അക്ഷരം കൂടുതലല്ലേ അന്യായത്തിന്? അതുകൊണ്ട് അന്യായം ജയിക്കും. പോയി അവന്റെ
പാരമ്പര്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പോരാടും ഞാൻ. നിനക്ക് എന്ത് പറ്റിയടാ? നീ ഇന്ന് എന്താടാ കാണിച്ചത്? ആ ഡയലോഗ് നീ ശരിക്കും പഠിച്ചില്ലായിരുന്നോ? ഈ നാട്ടുകാർക്ക് ഇതൊക്കെ മതി. ഒരൊറ്റ അടി വെച്ചതുകൊണ്ടല്ലോ ഇന്ന് എന്താ സംഭവിച്ചത്? നീ ഇന്ന് അവതരിപ്പിച്ച കഥാപാത്രത്തിന് എവിടെയെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു? ആട്ടെ, ആ ഭൂമാതാവിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞ നീ. സകല ചരാചര ജീവകോടി. ആ ഡയലോഗല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? അതെ 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 അതെ, പക്ഷെ വേഷം കെട്ട് കാണിക്കാതെ ഒന്ന് പറഞ്ഞേ നീ. അവിടെ വേണ്ടത് കോപമല്ലടാ, ക്രോധം. ക്രോധമാണ് അവിടെ വേണ്ടത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഡയലോഗ് പ്രസന്റേഷന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഇപ്പൊ എന്റെ ലൈഫ് വരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, പിന്നെയല്ലേ ഡയലോഗ് അപ്പ്. ഈ വിവരക്കേടിന് മാത്രം യാതൊരു കുറവുമില്ല. കലയെന്താ മോശമാ? ഈ നാടകത്തോട് നിനക്കെന്താ എത്ര വെറുപ്പ്? ആരെ കാണിക്കാൻ ഈ നാടകം? ആ ഹാളിലേക്ക് നോക്കി, കാണികളൊക്കെ കൂടുതൽ ആർട്ടിസ്റ്റുകൾ. ഒരു യാത്രക്കാരൻ മാത്രമേ ഉള്ളെങ്കിലും ട്രെയിൻ പോകണം. അതുപോലെ തന്നെയാണ് നാടകവും. ഒരാളെ ഉള്ളെങ്കിലും കളിക്കണം. നാടകം കളിച്ചിട്ട് ആർക്കാ ലാഭം? ആ മൂർത്തി സാർ, ബാബു, നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് റബ്ബർ സ്റ്റാമ്പ് റെഡിയാണ്. പിന്നെ പാസ്ബുക്കും ഡോക്യുമെന്റ്സും ഒക്കെ? അതും റെഡിയാണ്. ഇവിടെ വരെ വന്ന് അതൊന്ന് ഒപ്പിട്ട് പോണം. ആ ശരി, ഞാൻ 1 മണിക്കൂറിൽ എത്താം. ബാങ്ക് ഡോക്യുമെന്റ്സ് എന്തിനു വേണ്ടിയാണ് ഇപ്പോ? എനിക്ക് US യൂണിവേഴ്സിറ്റിയിൽ PG കിട്ടിയിട്ടുണ്ട്. സ്കോളർഷിപ്പോടെ അവിടെ പഠിക്കാം. അവിടെ ചെല്ലുന്നോണ്ട് എല്ലാവർക്കും ഗുണം ഉണ്ടാവും. അതൊക്കെ ശരിയാ, പക്ഷെ ഒരു വാക്ക് പോലും എന്നോട് സംസാരിക്കാതെ നീ. ആരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നാടകമനയെ പറ്റില്ലെന്ന്. എടാ മോനെ, ഇന്ന് എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചതാ നീ. ഹലോ, ഈശ്വരാനുഗ്രഹത്താലേ ആ പുറപ്പെട്ടു. ആജീവനാന്തം ഒരു കലാകാരനായിട്ട് ആ ജീവിക്കണം. കലാകാരൻ എന്തിനാ പട്ടിണി എടുക്കാനോ? അതല്ലടാ മോനെ, ഞാൻ പറയട്ടെ. അല്ലടാ, നീ എന്തിനാ ഈ അമേരിക്കയിലേക്ക് മറ്റേ പോകുന്നത്? ഈ പ്രാവശ്യത്തെ ബെല്ലാരി നാടകോത്സവത്തിന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭഗവാന്റെ വിശ്വരൂപം നീ അവതരിപ്പിക്കണമെന്നും അത് കണ്ട് ജനങ്ങൾ നിന്നെ അഭിനന്ദിക്കണമെന്നുമാ എൻ്റെ ആഗ്രഹം. മുത്തച്ഛ, എന്തിനാ ഈ നാടകോത്സവവും വിശ്വരൂപമൊക്കെ? നമ്മുടെ ജീവിതം ഈ മേക്കപ്പിൽ തീരേണ്ടതല്ല. എനിക്ക് അതിലൊരു താല്പര്യമില്ല. മുത്തച്ഛ, ഇപ്പൊ വേണ്ടത് നെസസിറ്റി ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ജീവിക്കണമെന്ന്. എന്താടാ പറഞ്ഞേ? എല്ലാവർക്കും ജീവിക്കണമെന്നോ? ചേട്ടനും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നീ അനാഥനായിട്ട് ബെല്ലാരി കിടന്ന് നരകിക്കേണ്ടി വന്നേനെ. എടാ, വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ട നീ. അതിലൊരു തെറ്റുമില്ല ഏട്ടാ. റോട്ടി കിടന്ന് തെണ്ടേണ്ട നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആഹാരം തന്ന് പഠിപ്പിച്ച് വലുതാക്കിയതും ചേട്ടനാ. അറിയാം, ബിടെക്കിന് പഠിപ്പിച്ചൊന്നും മറന്നിട്ടല്ല ഞാൻ US പോകേണ്ട എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിട്ടാ. മുത്തച്ഛ, കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. കാലത്തെ പോലും മാറ്റുന്നതാടാ കല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എന്റെ കിനാവെല്ലാം പാഴായി പോയിന്നല്ലോ. അപ്പോ മുത്തച്ഛൻ കിനാവ് കണ്ടതുപോലെ എനിക്കില്ലേ ചില സ്വപ്നങ്ങൾ? അത് കല. ഇത് വെറും കനവ്, നിദ്രയിലെ വെറും സ്വപ്നം മാത്രം. കല എന്ന് പറയുന്നത് വെറും ജീവനോപാധി മാത്രമല്ല, അത് ആത്മസമർപ്പണമാണ്. വരുവടോ, പാസ്പോർട്ട് എത്തിയില്ലേ? അതുപോലെ തന്നെ വിസ ഇരിക്കേ. ആ കാരണവരെ, ആ ബിടെക് ഭവന്റെ ഫയൽ എടുത്തു കൊടുത്തേ. നിന്റെ ഫയൽ എടുക്കാനാണ് പറയുന്നത്. ഇപ്പൊ എന്തോ മാനിപ്പുലേഷന്റെ ആളാ, മഹാനുഭാവൻ, ചെറിയ ലാഭം എടുക്കുന്ന വലിയ കച്ചവടക്കാരൻ. മനസ്സിലായി. ഇതാ ബാബു, ഇതിൽ പാസ്ബുക്ക്, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഉണ്ട്. ഒന്ന് ക്ലിയർ ചെയ്തേര്. എടാ, എന്താടാ ഇതൊക്കെ? അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് സ്വത്ത് വിവരം കാണിക്കണമല്ലോ. പിന്നെ എന്തിനാ അമേരിക്ക പോകുന്നത്? നീ കേട്ടിട്ടില്ലേ, അവസരം വരുമ്പോ ആസ്തി ഉണ്ടാവില്ല, ആസ്തി ഉണ്ടാകുമ്പോ അവസരം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസോ? ഇതിലൊന്ന് സൈൻ ചെയ്തേ. സൈൻ ചെയ്യാനോ? എടുത്തോണ്ട് പോണോ ഇത്? അപ്പൊ എന്റെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? എന്ത് സ്വത്തുക്കള്? എന്തൊക്കെയാണെന്നോ? മേക്കപ്പ് ബോക്സ്, മീശ, താടി, വാള്, കുന്തം. അതെന്തിനാ? അവർക്ക് പുഴുങ്ങി തിന്നാനോ? എന്താണ് അത്ര ചീപ്പാവുന്നത്? ചീപ്പോ? ഇതല്ലേ നമ്മുടെ സ്വത്ത്. ഇതാ ബാബു, ഇവിടെ ഒരു സിഗ്നേച്ചർ, പിന്നെ ഒരു ഫോട്ടോയും വേണം. ഇനി ഫോട്ടോയും വേണോ? ഹനുമാന്റെ മേക്കപ്പിലുള്ളതാ, അത് മതി. ഫോണുണ്ടോ? ഇന്നാ താങ്ക്സ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. സാർ, ഇത് കമ്പ്യൂട്ടർ പ്രിന്റ് എടുക്കാം. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കിട്ടൂ? അതാണ് മാനിപ്പുലേഷൻ. മനസ്സിലായി. അതെ ബാബു, അതിൽ ഡോക്യുമെന്റ്സ് പേപ്പർ ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്യാനുള്ളതാ. അത് അങ്ങനെ കയ്യിലേക്ക് കൊടുക്ക്. ആ കാരണവരെ, അതൊന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തേ. അല്ല, അഡ്വാൻസ് കിട്ടിയില്ല. ടോട്ടൽ എമൗണ്ട് പറഞ്ഞേരെ, ബാലൻസ് ഇല്ലാതെ. അത് ഇവിടുത്തെ ഒരു പതിവാ. സർക്കാർ ഓഫീസിന്റെ കാര്യം അറിയാമേ. പിന്നെ അയാൾ എന്താണ് സാർ ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെ പോലെ ഡയലോഗ് പറയുന്നത്?
തങ്കമന ഇപ്പോഴാണോ വരുന്നത്? രാത്രിയിൽ എവിടെയായിരുന്നു? ആ നീ പഠിപ്പിച്ചോ പഠിപ്പിച്ചോ. മുത്തശ്ശ കുറച്ചൊന്ന് നീങ്ങിക്കിടന്നേ. നീങ്ങ് മുത്തശ്ശ. മുത്തശ്ശ മുത്തശ്ശ
നടക്കുന്നതോ ജഗന്നാടകം, നടക്കുന്നതോ ജഗന്നാടകം. നിത്യജീവിത സത്യമെന്ന് ഭാഗവത ലീലതൻ അന്തരാർത്ഥം. എടാ, കൃഷ്ണന്റെ വിശ്വരൂപം കാണണമെന്നായിരുന്നു മുത്തച്ഛന്റെ ആഗ്രഹം. ബെല്ലാരി നാടകോത്സവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് പ്രിയമാ. പോയ വർഷം വരെ വർഷാവർഷം നടത്തിക്കൊണ്ടിരുന്നതാ. എന്നാൽ ഇനി അത് വേണ്ട. അവസാനമായി ഈ നാടകം അവിടെ ഒന്ന് കളിക്കണം. അത് നീ തന്നെ അഭിനയിക്കുകയും വേണം. ഈ ഒരു തവണത്തേക്ക് നീ ഒന്ന് സമ്മതിക്കടാ പ്ലീസ്. ആ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ സംഘമിത്ര പോവാ. ഈ അസ്ഥികളെങ്കിലും ഒന്ന് നിമഞ്ജനം ചെയ്യാനുള്ള മനസ്സ് നീ കാണിക്കും. ഒരു കാര്യം ചെയ്യ്. എളുപ്പം വേണം. എടാ, ഞങ്ങളുടെ വഴിക്ക് നീ അമേരിക്ക. അതെ, അങ്ങനെ പറയടാ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എന്നാലും പോകുന്നതിന് മുമ്പ് ബെല്ലാരിയിൽ ഈ നാടകം നടത്തണം. അണ്ണാ, പ്രസാദ് അയച്ച ആളാ. 1969 മുതൽ പരമ്പരാഗതമായിട്ട് ഞാൻ മൈനിങ് നടത്തുന്ന ആളാണ്. ലീഗലായി 21 ഹെക്ടർ ലാൻഡ് അവൻ എൻ്റെ അച്ഛനെ കൊന്ന് കൈക്കലാക്കി. നിങ്ങളുടെ അടുത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടായിട്ടെന്താ റെഡപ്പനൊന്നും ചെയ്യാൻ കഴിയാത്തത്? കൊല്ലാനിരിക്കുക ഞാൻ അവനെ. മണ്ണിനെ ബാധിച്ച ബാക്ടീരിയാണ് അവൻ. മണ്ണിൽ തന്നെ അടക്കണം. റെഡപ്പനെ കൊല്ലുന്നത് മാത്രമാണോ ഇതിനൊരു സൊല്യൂഷൻ? മിസ് ദേവിക, ഇന്ത്യയിൽ 665 ചാനൽസ് ഉണ്ട്. അതിൽ 400 എണ്ണവും ന്യൂസ് ചാനൽസാണ്. ഇവിടുള്ള അത്ര മീഡിയാസ് വേറെ എങ്ങുമില്ല. അത്രയും തന്നെ അനീതിയും വേറെ എങ്ങുമില്ല. You'll see the difference. We'll expose it. റെഡപ്പ 1 കോടി രൂപ തന്നാൽ എന്ത് ചെയ്യും? അതും കൂടി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യും. 10 കോടി തന്നാ? 100 കോടി തന്നാലോ? ആ കാശ് വാങ്ങാതെ ടെലികാസ്റ്റ് ചെയ്യും. ഇത് തന്നെയാ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സ്വാമി. നിങ്ങൾ ഇവിടുന്ന? ഞങ്ങൾ കുറച്ച് അകലെന്നാ. ഞങ്ങളുടെ മുത്തച്ഛൻ ഇവിടെ ആയിരുന്നു. സുരഭി സുബ്രഹ്മണ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അസ്ഥി നിമഞ്ജനം ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. കുളമേ വരണ്ട് കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെ അതിലൊഴുക്കുന്നേ? അപ്പൊ ഈ അസ്ഥികള് തുംഗഭദ്രയിൽ ഒഴുക്ക്. അദ്ദേഹത്തിന്റെ ആത്മാവ് ശാന്തിയാവട്ടെ. എന്നാ ഞങ്ങൾ വരട്ടെ. ഡേയ്, നാടൻ കളിക്കാൻ പോകുന്ന വഴി നമുക്ക് തുംഗഭദ്രയിൽ ഒഴുക്കാം. അതുപോലെ എന്നാ പോ. ആരാ സ്വാമി അവര്? നാടകാചാര്യൻ സുബ്രഹ്മണ്യൻ സ്വാമി ഇല്ലേ, അദ്ദേഹം ഈയിടെ മരിച്ചു. സുബ്രഹ്മണ്യൻ സാറോ? അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ്. ഓനെ ഗണേശ, ആ പോയ വണ്ടി ഒന്ന് നിർത്താൻ പറ. എടാ, പെട്ടെന്ന് പോടാ. നിനക്കെന്താടാ ഇവിടെ ഫാൻസ് ഉണ്ടോ? MTR MGR ഒക്കെ വണ്ടിയിൽ പോകുമ്പോ ടാറ്റ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ടാറ്റ. ഇതിപ്പോ എനിക്കാ തന്നിരിക്കുന്നത്. അയ്യോ കാലം. നിനക്കൊക്കെ ഇത് എന്തിന്? സർ, എനിക്കൊന്നും അറിയില്ല സർ. ഓരോ ലീഡ് കിട്ടുന്നു, മുകളിൽ നിന്ന് കൽപ്പന വരും, ഞങ്ങൾ ഏതോ ജേർണലിസ്റ്റാ സർ, CBI ഇൻഫോർമർ. ആരടാ ജേർണലിസ്റ്റ്? എന്റെ ചീഫിന് ആരെയും വിശ്വാസമില്ല സർ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒരു ലേഡി ജേർണലിസ്റ്റാ സർ. എന്നെ വിട്ടേക്കു സർ, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ. അപ്പൊ നീ ജീവിതം കൂടെ ഉപേക്ഷിക്കൂടാ സർ? വെറുതെ പറയുന്നല്ല സർ, എനിക്കൊരു മോൻ കൂടിയുണ്ട്. എടാ, അപ്പൊ നീ ചൈൽഡ് കേസ് സെന്റർ ഓപ്പൺ ചെയ്യാത്ത എന്താ? എന്റെ ജോലിക്ക് എന്തിനാ വന്നേ സൈതലേ? സർ വേണ്ട സർ, എന്റെ കുടുംബം അനാഥായിപ്പോ സർ.
മുഴുവൻ നമ്മൾ സ്വന്തമാക്കുക. എന്തു വന്നാലും ആ ജേർണലിസ്റ്റ് എനിക്ക് വേണം. അവളുടെ പ്രാണൻ എടുക്കണം. നമ്മുടെ ബെല്ലാരി ഉത്സവമാറായല്ലോ, അറിഞ്ഞില്ലേ? അത് പ്രത്യേകിച്ച് എന്തറിയാനാ, നടത്തുന്ന റെഡപ്പയല്ലേ, അയാൾ എല്ലാ വർഷവും നടത്തുന്ന വഴിപാടാ അത്. ഹലോ ആ അമ്മ പറഞ്ഞു. പേരെന്താ എഴുതണ്ടേ? അഖില. കഴിഞ്ഞ തവണ അത് തന്നെയല്ലേ എഴുതി? ശരി, സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മിയാ? അതെന്റെ അമ്മൂമ്മയുടെ പേരാ, എഴുത്. സംഘമിത്രക്കാര് 2 നാടകത്തിന് എന്നെ വിളിച്ചിരിക്കുന്നേ. കാശ് എത്ര വേണമെങ്കിലും വാങ്ങിക്കോളൂന്ന്. ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞേക്ക്. അയാളുടെ മുഖം എനിക്ക് കാണണ്ട. ദാറ്റ്സ് ഓൾ. സിനിമ ആർട്ടിസ്റ്റ് ആവുമ്പോ അതിന്റെ വെയിറ്റ് കിട്ടണം. സിനിമയിലോ? ഏത് സിനിമയില്? ശ്രീരാമരാജ്യ സിനിമ കണ്ടോ? അയോധ്യയിലെ 2 പിള്ളേരെ കൊണ്ട് പാട്ട് പാടിക്കുന്ന സീനില്ലേ, അത് കണ്ടോണ്ടിരിക്കുന്ന കുറെ ആളുകളില്ലേ, ആ കാണികളിൽ 5-ാമത്തെ ലൈനിൽ 4-ാമതിരിക്കുന്നത് ഞാൻ. എന്റെ അമ്മേ, എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നിട്ട് ടൈറ്റിലെ പേരൊന്നും കണ്ടില്ല. പോടാ. എന്ത് ചോദ്യോടാ ഇത്? ബാലകൃഷ്ണൻ നയൻതാര എന്ന് എഴുതാറില്ലേ, അത് കഴിഞ്ഞ് മുതലായവരെന്ന് കാണിക്കാറില്ലേ, ആ മുതലയാ ഇത്. അഭിനയിച്ചത് അത് വേറെ ഇത് വേറെ. എന്താടാ മിണ്ടാത്തെ? ഈ കോംപ്രമൈസിനൊന്നും ഞാനില്ല. ഒരാളെ ഞാൻ കണ്ടു, റോമൻ സ്റ്റാച്യൂലെ ഹീമാനെ പോലുണ്ട്. തൽക്കാലം ഒരു കോംപ്രമൈസ് ചെയ്ത് അഭിനയിക്കുന്നേ. ഇത് നമ്മുടെ അവസാനത്തെ നാടക. അയ്യോ എന്റെ അമ്മേ, സത്യത്തിൽ ആളും എടുക്കന. 6'3" ഉയരം, നല്ല കളറ്, ജൈജാന്റിക് ഫിഗർ. നോക്കി നിന്ന് പോകും. ശരി, കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവും. എന്നാ ബാബു സംഭവിച്ചത്? പ്രോബ്ലത്തുമേ പ്രോബ്ലം ആണല്ലോ. ഒന്നും മിണ്ടായിരിക്കും. നീ എന്ത് സെറ്റിൽ ചെയ്യാനാടാ? എന്റെ ഫാൻസ് അറിയില്ല. ട്രൂപ്പിന്റെ വണ്ടിയെന്ന് ഇറങ്ങുമ്പോ പോയില്ലമ്മ, ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ ഗ്ലാമർ കാണാൻ. നോക്ക്, നിങ്ങളെക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താടാ ഈ രത്നപ്രഭയേക്കാൾ സൂപ്പർ ഫിഗറിനെ നീ കണ്ടുപിടിക്കുന്നു? രത്നപ്രഭയല്ലേ, ഇല്ലാനൊന്നും അല്ലല്ലോ. ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ കണ്ടുപിടിക്കും. ഈ സൗത്ത് ഇന്ത്യയിൽ എന്നേക്കാൾ വലിയ സൂപ്പർ ഫിഗർ ആരാടാ? നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. കൂട്ടിക്കൊണ്ട് വരുവോ എന്നേക്കാൾ സൂപ്പർ ഫിഗറിനെ? ഹലോ, നൈറ്റിൽ ഫ്രീ ആണോ? ഹലോ പോലെ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, ഫ്രീ ആണെങ്കിൽ മാത്രം മതി, ഞാൻ തന്നെ ഒന്ന് പിക്ക് ചെയ്തോളാം തന്നെ. What the heck are you talking? Stupid. അങ്ങോട്ട് ഏറ്റില്ലല്ലേ? അരെ വാ. എടാ വേറെ. അതെ, ഞങ്ങളുടെ ഈ നാടകത്തില് ഒരു സുന്ദരി ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ. എന്താ നിങ്ങൾ പറയുന്നത്? നേരാണോ നുണയാണോ ഞാൻ പറയേണ്ടത് രാജകുമാരി? തന്നെ എനിക്ക് ഇഷ്ടമായെന്നുള്ളതാണ് സത്യം. തനിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാ. എന്റെ പേര് ബാബു. തന്റെ പേരെന്താ? അതെ, നല്ലോണം ആലോചിച്ച് സാവധാനം മറുപടി പറഞ്ഞത്. ഞാൻ കാത്തിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ. എവിടെയുള്ളത്? ഓക്കെ. സാറേ, സുരഭി കമ്പനിയിലെ സുബ്രഹ്മണ്യ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ജയ് പാതാള ഭൈരവി, ജയ് ജയ് പാതാള ഭൈരവി. വെറും പ്രദക്ഷിണമല്ലടാ, സാഷ്ടാംഗ പ്രണാമം. അല്ല, സാഷ്ടാംഗ നമസ്കാരത്തിന് ഇവിടെ സ്ഥലമില്ലല്ലോ. ഉണ്ടടാ, എനിക്കിതേ അറിയുള്ളൂ. നിങ്ങൾ ഒന്ന് കാണിച്ചതാ. ഇനി ഞാൻ അതും കൂടെ കാണിച്ചു തരണോ നിനക്കൊക്കെ? സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് കൈകൾ കുപ്പിപ്പിടിച്ച് ഇങ്ങനെ. ജയ് പാതാള ഭൈരവി. എടാ ബാബു, ബാബു, രണ്ടപ്പ സാർ വന്നത് കണ്ടില്ലേ? നാടകം ആദ്യം പോലെ തുടങ്ങട്ടെ. രണ്ടപ്പ സാർ വന്നു കേട്ടാ, നാടകം ഒന്നുകൂടെ തുടങ്ങേണ്ടി വരും. സാധ്യമല്ല സാർ. എന്റെ മുത്തശ്ശൻ പറയായിരുന്നു, നാടകം ഒരു ട്രെയിൻ യാത്ര പോലെയാണെന്ന്. അതൊരാൾക്കായാലും ആടണം, ഒന്നുകൂടി ആവരുത്. എന്തൊരു കണ്ണന്തിരിയോടെ നീ പറയണത്? നീ എന്തൊരു നിരൂപിച്ച്? ഈ വന്നേക്കണ ആരെന്ന് നിനക്കറിയോ? റെഡപ്പ സാറ് പോലീസിന് പണിയുണ്ടാക്കാൻ നാടകം. കലാകാരനെ നിർബന്ധിക്കുന്നത് തീരെ ശരിയല്ല. തെറ്റെന്റെയാ. ഇന്ന് ഞാൻ ലേറ്റായി പോയി. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. നമസ്കാരം. ഈ നവരാത്രി കാലത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും പാടില്ല. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഉത്സവത്തിലായിരിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ജോലിയിലായിരിക്കണം. ആദ്യം ആ ലേഡി ജേർണലിസ്റ്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കുക. സർ പ്ലീസ്, എനിക്ക് 2 ദിവസം സമയം തരൂ. ഐ ആം സെൻസിങ് ഡേഞ്ചർ. നീ അവിടുന്ന് മൂവ് ചെയ്യുന്ന ബെറ്റർ. ഞാനൊരു ഇമ്പോർട്ടന്റ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദേവിക, നീ തരുന്ന ലീഡ് അനുസരിച്ച് ജോലി ചെയ്യുന്ന ഓഫീസറെ മോർണിംഗ് മുതൽ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഐ നോ സർ. താങ്ക് യു. അന്നേ ചേട്ടൻ പറയേണ്ടെന്ന് വെച്ച കാര്യം നമ്മളായിട്ട് എന്തിനാ?
അമ്മയും അച്ഛനെയും പറ്റി പറയുന്നതന്നെ അവന് വിഷമം. അവനതൊക്കെ മറന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പുതുതായിട്ട് എന്തിനാ നമ്മൾ അവനതൊക്കെ ഓർപ്പിക്കുക? ബാബുവിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. ഞാൻ കൂടെ പോയി കഴിഞ്ഞാൽ ബാബുവിന്റെ കഴിഞ്ഞ കാലം ആരും അറിയാതെ പോവില്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്നേ. അവൻ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴീ കാര്യങ്ങൾ എന്ന് പറഞ്ഞ അവന്റെ പോക്ക് മുടങ്ങും. എന്താടാ അവിടെ? അവിടെ ആരോ വന്നിട്ടുണ്ട്. നാടകം വീണ്ടും ആദ്യം മുതൽ കളിക്കണം എന്ന് പറഞ്ഞ്. ബാബു പറ്റുകയല്ലെന്ന് പറഞ്ഞു. അതാണ് ബാബു. ചെല്ലു രോഗം. ഓ ചേട്ടന് നല്ല പരിചയമുള്ള സ്ത്രീയാ. നമസ്കാരം. എന്റെ പൊന്നു മോനെ, എന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ശരി. നിങ്ങളുടെ ആക്ടിങ് നന്നായിരുന്നു. ആ നമ്പർ ഒന്ന് തരുമോ? നിന്റെ നമ്പർ കൊടുക്കാൻ. എനിക്കും ഫാൻസോ? എന്റെ ഫോൺ നമ്പർ. നിങ്ങളുടെ നമ്പർ അല്ല, ഹീറോയുടെ നമ്പർ. എന്താടി എന്നെ കണ്ണി പിടിച്ചില്ലേ? നിനക്കൊക്കെ ഹീറോസിനെ മാത്രമേ പിടിക്കുള്ളൂ അല്ലേ? ഈ ലേഡീസ് ഫാൻസിനുണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ. ഈ മാമനെ കാണുന്നില്ലല്ലോ. എവിടെ നാടകം കഴിഞ്ഞ് 2 അടിക്കാതെ നിനക്ക് അറിയാവുന്നതല്ലേ, പുള്ളി ഫിറ്റായി കാണൂടാ. ഇനിയിപ്പോ
അണ്ണാ ഇവന്റെ വായ തുന്നി കെട്ടണം. അണ്ണാ മറ്റവനെ കിട്ടിയില്ല. റെഡപ്പ പറഞ്ഞ നാടകം കളിക്കാലടാ. ട്രെയിൻ പോടിക്കൊണ്ടിരിക്കുന്നത് അത് പോയി കഴിഞ്ഞിട്ട് വൺസ് മോർ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നടക്കില്ല നടക്കില്ല. അവന്റെ നടക്കില്ല. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചവിട്ടുന്ന എന്തിനാടാ നീ? എവിടെ ഉണ്ടടാ അവൻ? ആര്? ഞങ്ങളുടെ ബാവുക്കുട്ടനാ. അവരെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ തല്ലൂടാ, കൊല്ലൂടാ. ഞങ്ങളുടെ ബാവുക്കുട്ടൻ ഭീമനായിട്ട് വന്ന് നിന്നെ കീചകനെ ചവിട്ടി കീറിയതുപോലെ കീറിക്കളയൂടാ. ആ നീ നോക്കിക്കോ, നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ കളി നീ പാടുകൂടാ. പിടിക്കണവനെ. എന്താണ് ചെയ്യാൻ പോകുന്നത് നീ? എന്താ വേണ്ടേ? സോറി, നൈറ്റ് ഫ്രീ ആണോന്ന് നാടകത്തിന് വേണ്ടി ചോദിച്ചതാ. നിങ്ങളത് വേറെ അർത്ഥത്തിലെടുത്തത്. സത്യമായിട്ട് നാടകത്തിന് വേണ്ടി ചോദിച്ചതാ. ബാബു ബാബു എന്തിനാ? മാമ മാമ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. സർ, നിങ്ങൾക്ക് വേണ്ടി എക്സിബിഷൻ ഹാളിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ സേഫ് അല്ല. ചക്രവർത്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? നോ ദേവിക, ബട്ട് ഐ ഹാവ് സം അതർ ഇൻഫർമേഷൻസ്. ഇപ്പോഴാണ് 1000 മൈനിങ്ങിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇത് വെറും മൈനിങ് അല്ല ദേവിക, അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ്. ഏക്കർ കണക്കിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ രേണുകമ്മ ഹിൽസ് 2000 ഏക്കറോളം മൈനിങ്. അത് സാധാരണ മൈനിങ്ങാ. എന്നാൽ അവിടുന്ന് അണ്ടർഗ്രൗണ്ട് മൈനിങ് ആരംഭിക്കും. കുറേ ഏക്കറോളം കുഴിച്ച് മൈൻ വെളിയിൽ കൊണ്ടുപോകും. ഇങ്ങനെ തുടങ്ങിയാൽ അത് വീടുകൾക്ക് താഴെ, റോഡുകൾക്ക് താഴെ, കൃഷിയിടങ്ങൾക്ക് താഴെയെല്ലാം ഭൂമി വീക്കാവും. മണ്ണിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അലക്സ്, നാളെ രാവിലെ രേണുക ഹിൽസിൽ പോണം. 7 മണിക്ക് റെഡിയാവുമല്ലോ? ഞാൻ വരില്ല. വാട്ട്? ദേവിക പ്ലീസ്, ഡോക്യുമെന്ററി കവർ ചെയ്യുന്നവരെ ഞാനുണ്ടാവും. നിങ്ങളുടെ റിസ്കിനൊന്നും എന്നെ കിട്ടില്ല. പ്ലീസ്, ഞാൻ പോവാ. അലക്സ്, we are this close. I am sorry. സാർ, ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ? എന്റെ ട്രൂപ്പിലുള്ള ഒരാളുടെ നാവർത്തു. എന്തൊരു സാറേ വിശേഷങ്ങള്? അടുത്തുള്ളത് അവർ കംപ്ലൈന്റ് എന്താ? സാറിനെ ഒന്ന് ഗവനിച്ചേ കേട്ടാ. ഓക്കെ സാർ. അപ്പേ നീ ആ നാടകക്കാരെ പയ്യനല്ലേ? അതെ സാർ. ബാബു ബിടെക് ഭയങ്കര നടൻ തന്നെ കേട്ടാ നീ. റെഡപ്പ നിന്നെ നോക്കി വെച്ചേക്ക് കേട്ടാ. എന്തിനു പറ സാർ, ട്രൂപ്പിൽ ഒരു ആർട്ടിസ്റ്റിന്റെ നാവർത്തിരിക്കുക. അത് ഞാൻ അറിഞ്ഞു. നാക്ക് സ്ലിപ്പായല്ലേ സാർ? തന്നെ വെള്ളം അടിച്ച് ബോധം കെട്ട് മേളിൽ നിന്ന് താഴെ വീണിട്ട് നാക്ക് പല്ലിന്റെ ഇടയിൽ കുരുങ്ങി. അങ്ങനല്ലേ അവന് നാക്കറ്റ് പോയത്? സാർ, നടന്നത് അങ്ങനെയല്ല. കത്തി കൊണ്ട് അറുത്ത് കളഞ്ഞതാ. നീ കണ്ട? ഇല്ല സാർ. അപ്പി, നാക്ക് പോയ അവന്റെ അല്ലേ, നിന്റെ അല്ലല്ല. അവൻ ഇവിടെ വന്ന് പറയട്ട്, അപ്പൊ ആക്ഷൻ എടുക്കാം. നീ ഇപ്പൊ പോയി പോടേ പോടേ. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്ന പണിയല്ല. എന്റെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ശശികുമാറേ, കേട്ടോടെ അവൻ കംപ്ലൈന്റ് വരും കേട്ടാ. അതൊന്നും ഇവിടെ നടക്കില്ലടേ. എന്താ? അയാൾ നിങ്ങളുടെ റിലേഷനോ? ബ്ലഡ് റിലേഷനോ ബെഡ് റിലേഷനോ? അവൻ നിനക്ക് ഓർഡർ തരുന്നോ അതോ നീ അവന് ഓർഡർ കൊടുക്കുന്നോ? എന്നെ ചോദ്യം ഒരു കാര്യം ഓർമ്മ വെച്ചാ കൊള്ളാം കേട്ടാ. ഇത് സ്റ്റേജ് അല്ല, സ്റ്റേഷൻ. അതുകൊണ്ട് മുഖത്ത് ചായം വാർത്തേച്ചുണ്ട് എവിടെങ്കിലും പോയി 10 കാശുണ്ടാക്കാൻ നോക്കി. ഇവിടെ നിന്ന് ബലം പിടിക്കാൻ പോടേ. നീ ചെയ്യുന്ന അത് തന്നെയല്ലേ? എന്തൊരു പോക്കണം കേട്ട് സാറേ അവൻ കാണിക്കണേ. നീ ആരെ പറ്റി സംസാരിക്കുന്നറിയോ? എന്താ അതുകൊണ്ട് എനിക്കെന്താ? അയാളുടെ ആളായതുകൊണ്ട് നാവർപ്പടം നിന്ന് നേരിട്ടറുത്തെ പിടിച്ച് കഴുത്തറുത്തന്നെ കേട്ടടാ. ഇവന് ആളാരില്ല ഒന്ന് പറഞ്ഞു കൊടുക്ക. നിങ്ങളെ ഭയപ്പെടുത്തുന്ന പോലെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, താൻ ഈ പണി വിട്ടിട്ട് അയാളുടെ എച്ചുപാത്രം കഴുകുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇയാളുടെ പേര് കംപ്ലൈന്റ് കൊടുക്കും. നിന്റെ കംപ്ലൈന്റ് ഒന്നും വേണ്ടേ? പോലീസ് സ്റ്റേഷനെ പറ്റി നിനക്ക് അറിയത്തില്ല. നീ എന്തൊരു വേണേലും പോയി ചെയ്ത് തലടപ്പടേ. ഞാൻ പറയട്ടെ, നീ വന്നേ. അവൻ ആരായാലും അവനോട് പറഞ്ഞേക്ക് അവന്റെ നാക്ക് ഞാൻ അർത്ഥം പറയുന്നത് കേൾക്കും.
നാവില്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കുന്നത്? ഇവിടെ നാവുണ്ടെങ്കിലും സംസാരിക്കാൻ പാടില്ല. നീ ഈ നവരാത്രി കാലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൊണ്ട് തലയിടാതെ നിന്നെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്യാൻ നോക്കും. നിനക്ക് മനസ്സിലായില്ലേ? ടേക്ക് കെയർ. ആരാടാ പോലീസ് സ്റ്റേഷനിൽ കയറിയത്? ആർക്കാടാ പരാതി കൊടുക്കേണ്ടത്? വരാൻ പറ അവനോട് എന്റെ മുന്നിലേക്ക്. എല്ലാവരും സൂക്ഷിച്ചോ, എല്ലാത്തിന്റെ നാവ് ഞാൻ ഇറക്കും. എന്താടി നിന്റെ നാവ് ഇറക്കണോ? എന്തടാ ആണാണെന്നുള്ള ധിക്കാരമാ? ഈ ലേഡീസിനെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. എന്താടാ നീയൊക്കെ കൂത്താടികളാണെന്നുള്ള മറന്നോ? നാടകം കളിക്കുന്നവൻ വേണ്ടാത്ത പറഞ്ഞവൻ നാവരിയും. കൊല്ലാതെ വിട്ടതോർത്ത് നീ സന്തോഷിക്കണം. എന്താണത്? എന്റെ ചേട്ടന്റെ ചിതാഭസ്മമാ. അതൊക്കെ തന്നെ ചാരോ? അത് വെറും ചാരമല്ല മോനെ, അത് പവിത്രമാ. അതൊന്നും ചെയ്യരുത് മോനെ. എന്താ ചെയ്യാൻ പാടില്ലാത്ത? ആർട്ടിസ്റ്റ് അല്ലേ, മൂഞ്ചിയിൽ പൂശാലോ. അങ്ങനെ പറയരുത് മോനെ. കലാകാരന്റെ ചാമ്പൽ ശിവന്റെ തിരുനെടിയുടെ ഭസ്മാണെന്നാ പറയാറ്. മോനെ അത് കളയരുത്. എന്താ നാടകത്തിലെ ഡയലോഗാണല്ലോ പറയുന്നത്. തുങ്കഭദ്രയിൽ ഇതൊഴുക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ദയവായി ഇങ്ങ് തന്നേക്കൂ. തന്നില്ലെങ്കിൽ എങ്ങനെ പുണ്യം കിട്ടാനാണ്? ഒരു പണി ചെയ്യാം, ഞാൻ തന്നെ തുങ്കഭദ്രയിൽ ഒഴുക്കായത്. ഞാൻ ഒഴുക്കാടാ തുങ്കഭദ്ര. ദേ ഒഴുക്കാൻ പോവുക. വിഷമിക്കാതെ. നീ എന്താ നോക്കിയിരിക്കുന്നേ? നീ ഒന്ന് പോയി അത് അടിച്ചു പാര്. ആകെ മൂത്രമാണടാ. എടാ അത് തൊടണ്ട. ആ ദുഷ്ടം വന്ന് ആ ചിതാഭസ്മം ആകെ നശിപ്പിച്ചല്ലോ. അവൻ ഗുണം പിടിക്കത്തില്ല. ഗർഭഗൃഹത്തിലെ വിഗ്രഹത്തിൽ തെരുവനായ മൂത്രമൊഴിച്ചാൽ വിഗ്രഹം കളയാനൊക്കില്ലല്ലോ. ഇത് ചെയ്തതാ ചെയ്താലിയാ. എന്താടാ പയ്യൻ, സുഖമാണോ? പണിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ ഉണ്ടെണ്ണ. എന്താടാ എന്തോ വഴക്കാണെന്ന് കേട്ടു. എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവൻ നിങ്ങളോട് സംസാരിച്ചാണല്ലോ, ഞാൻ കണ്ടതാടാ. അവനെ രത്നപ്രഭയുടെ ഡാൻസ് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നവനാ. അവൻ എവിടെയുള്ളെന്ന് പറ. എന്തിനാടാ വഴക്കുണ്ടാക്കുന്നത്? മുത്തച്ഛനോ പോയി, ഇനി നീയും കൂടെ പോയാ പിന്നെ ട്രൂപ്പ് അനാഥമായി പോലെ. വേഗം സീതാലി എവിടെയുണ്ടെന്ന് വേഗം പറയുന്നോ? അതോ അവൻ എവിടെയുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയുന്നേ? എവിടെ? നീ ഒന്നോട് പറഞ്ഞേ, അവൻ എവിടെയുള്ളത്? എനിക്കൊന്നും അറിയില്ല. എടാ ഇനി എവിടെ പോകാനാ? ഇനിയും പ്രശ്നം ഉണ്ടാകാനാ? ഏത് തെരുവെന്നാ പറഞ്ഞത്? നരകത്തെരുവോ? ഞാനെപ്പോഴങ്ങനെ പറഞ്ഞു? നരകത്തെരുവ്. ഏൽപ്പിച്ച പണി പൂർത്തിയായില്ലേ? വേഗം സ്ഥലം വിട്, പോകാൻ. ആ ഡ്രൈവർ വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അവനൊരു കലാകാരനല്ലേ, അവനെ ക്രൗഡിയാക്കാനാ നിന്റെ ഉദ്ദേശം? കലാകാരനെന്ന് വിചാരിച്ച് വൃത്തികേട് കണ്ട് നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. ബാബു അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ഇനി അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവൻ ഇതിലും വലുത് ചെയ്യും നാളെ. എന്താണ് നോക്കുന്നേ? ബാക്കി താ. ഈ തുളവീണ നോട്ട് വന്നിട്ടാണോ ബാക്കി ചോദിക്കുന്നത്? മൊത്തം പണം താരങ്ങെടുക്കാനാ അതേ ഉദ്ദേശം? പെണ്ണുപിള്ളേ, ടാക്സിക്കാരനോട് കളിക്കണ്ടാ. നോക്ക് നോക്ക്, ഇതിലേക്ക് നോക്ക്, ഇതിന്റെ നടുക്ക് ഓട്ടുണ്ടെന്ന്. ബഹളം വെക്കണ്ട. തനിക്ക് കാശ് കിട്ടിയാ പോരെ. കാശ് തന്നാ മതി, തൊളയില്ലാത്തത്. നീ വന്നേ. എന്റെ ആളാ. ഇയാളുടെ ഈ ചില്ലറയില്ലെന്ന്. ഇയാളുടെ കാശ് കൊടുത്തിട്ട് ബാക്കി നീ വെച്ചോ. താങ്ക്സ് രത്നപ്രഭ. ആ നീ പോയി ജോളി അടിക്കടാ. ഞാൻ മാറ്റിക്കൊണ്ടു ചില്ലറ മാറ്റിക്കൊണ്ടുവരാം. നോട്ട് കൊണ്ട് ചില്ലറ മാറ്റാൻ പോയാ എവിടെ കിട്ടാനാ? എന്നിട്ട് എന്നോട് ബാക്കി വെച്ചോളാൻ പറഞ്ഞത്. ബാക്കി മാത്രല്ല, അവിടെ കണ്ടില്ല മോനെ, ഒരു പെണ്ണുമ്പോൾ ഓട്ടം വിളിച്ചിട്ട് ഓട്ടം നോട്ടൊന്ന് പറ്റി. നരകത്തെരുവ് എവിടെയാണെന്ന് അറിയോ? നരകത്തെരുവ് മൈനിങ് ഏരിയ. അവിടെ നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുമല്ലയോ? ഒക്കുവോന്നോ? കേറിക്കോ ബോസേ, വണ്ടിയിലേക്ക് കയറ്. എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് വിടാം. കാശ് തന്നെ, പക്ഷെ തൊളയില്ലാത്തായിരിക്കണം. I'm safe, sir. രേണുകമ്മ ഹിൽസിൽ എത്താറായി. ഇടയിൽ കാർ ഒന്ന് കേടായി. 1 സെക്കൻഡ്. ഇനി എത്ര നേരം ആവും? സമയം പറയാൻ പറ്റില്ല.
കാർ റിപ്പയർ ആയല്ല. ആര് വന്നതാ? ആരും വന്നതല്ല, ഞാൻ ഒറ്റയ്ക്കാ. കാറിന്റെ ആക്സിൽ ഒടിഞ്ഞതാ. വേഗം ശരിയാക്കിയിട്ട് സ്ഥലം വിട്ടോ. ശരിയാണ്. പൊക്കോ പൊക്കോ. നീയോ? നീ എന്താ ഇവിടെ? രേണുകമ്മ ഹിൽസിലേക്കാ. ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അതെവിടെയാ? ബോസേ, നിങ്ങൾക്ക് പോകേണ്ട നരകത്തെരുവിൽ അതിന്റെ അപ്പുറത്താണ്. പിന്നെ നമുക്കൊരു പണി ചെയ്താലോ? നരകത്തെരുവിൽ നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് ഈ പെണ്ണിനെ ഞാൻ അവിടെ പിന്നെ ഞാൻ അങ്ങനെ തിരിച്ചു വരും. നടന്നോ? അതിനെതിരെ മസിൽ പിടിക്കണത്. ബാഗിൽ കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്കാണ്. ഒരു പെണ്ണിന് ലിഫ്റ്റ് കൊടുക്കുന്നത് വലിയ ശല്യമായി. എന്ത് പറ്റുന്ന തുറക്കാതെ വണ്ടി പോട്ടെ. ആ വിട്ടുകള സാറ്. വെൽക്കം മാഡം. നാദപുരത്തേക്ക് എത്ര ദൂരമുണ്ട്? 12 കിലോമീറ്റർ ഉണ്ട് മാഡം. അത് നോർമൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാ. അതെ, താൻ ഇങ്ങനെ വണ്ടി ഓടിച്ചാ എത്ര ദിവസം കൊടുക്കും അവിടെ ചെല്ലാൻ? ഭയ്യ, കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട് ഡ്രൈവിംഗ് നോക്കിയിരിക്കുന്നത് ശരിയാണോ? എന്താന്ന്? അത് തന്നെ, ഈ കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട്. ജീവിതം കോഴിമുട്ട പോലെയാണ് ഭയ്യ. ഏത് മുട്ട അട വെക്കുമെന്നോ ഏത് മുട്ടയാണോ ഓംപ്ലേറ്റ് ആകണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല ഭയ്യ. നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം കോഴിമുട്ട പോലെ ആവുന്നു. ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? മാഡം, നിങ്ങളുടെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒടുക്കത്തൊരു സ്പീഡ് കണ്ടില്ലേ? ഡ്രൈവിംഗ് ആണ്. മോനെ ടിപ്പു സുൽത്താനെ, നീ രക്ഷപ്പെട്ടടാ. പക്ഷെ കാറിന്റെ പണി തീർന്നു. വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവണോ? കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങള്? ഇതാണോ ഈ നരകത്തെരുവ്? ആ കാണുന്ന നരകത്തെരുവ്. അറിയോ മോനെ, ഭാര്യയെ പോലെ കാണണം വണ്ടിയെ, അല്ലാതെ സ്റ്റെപ്പിനെ പോലെ അല്ല. നീ സൂപ്പറാ മോനെ. നാട്ടുകാരുടെ കാശ് കൊണ്ട് പറന്നു നടന്നോ? മാഡം, റെഡപ്പ കോടീശ്വരനാ. ഒന്നും രണ്ടൊന്നല്ല, ലക്ഷം കോടിയാ. എന്റെ മുത്തച്ഛൻ ബഡാ സുൽത്താൻ ടൈലറായിരുന്നു. മക്കയിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു. കാശില്ലാത്തോണ്ട് പോയില്ല. എന്റെ വാപ്പ കബീർ സുൽത്താൻ മക്കയിൽ പോകണമെന്നുള്ള ആഗ്രഹമായി മരിച്ചുപോയി. ഞാൻ ടിപ്പു സുൽത്താൻ. എനിക്ക് മക്കയിലേക്ക് പോകാൻ വേണ്ടി ദിവസവും പൈസ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ദിവസം 2000 രൂപ ശേഖരിക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? റെഡപ്പ ലക്ഷം കോടീശ്വരനാണെന്നോ? ഏയ്, ദിൽ ദിയാ ദീവാനംകോ, ദൗലത് ദിയാ ഗുണ്ടംകോ, കുത്താ. ടിപ്പു സുൽത്താൻ, എനിക്ക് രേണുകമ്മ ഹിൽസിൽ പോണം. ഏതെങ്കിലും ടാക്സി കിട്ടുമോ? പിന്നെ ലക്ഷം കോടിയല്ലേ മാഡം? ടൂ മച്ച് ടാ, ടൂ മച്ച്. ഞാൻ അവിടെ പോയി ചില ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം. ലക്ഷം കോടീശ്വരനാണെന്നോ? സെയ്താലി എവിടെയാടാ? എടാ, സെയ്താലി എവിടെയാന്ന്? സെയ്താലിയാ? അവിടെ പോയി ചോദിക്കേ. പെണ്ണ് ഭംഗിയുള്ളതാണല്ലോ. ഈ നാടാകെ ഒരു ലേഡി ജേർണലിസ്റ്റിനെ തേടുകയായിരുന്നു. അപ്പൊ അത് നീയാണല്ലേ? എവിടാ സെയ്താലി? അണ്ണാ, സെയ്താലിയെ തേടി വന്നതാ. കറക്കാൻ വന്നതോ അതോ കൊടുക്കാൻ വന്നതോ? ഇവനാണോ? ഞാനല്ല, വരുന്നുണ്ട്. സെയ്താലി നീയാണോ? എന്താ നീയാണോ? ഇന്ന് ആരടാ? സെയ്താലി നീയാണോ? അവൻ എവിടെയുള്ളത്? നീയാണോടാ സെയ്താലി? പറയാൻ.
അവനെ എവിടെ അവനുള്ളത് പറയാൻ സത്യത്തിൽ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണോ? എന്തൊരു അടിയായിരുന്നു. ഇവനൊക്കെ അടിച്ചാ പോരാ, കൊന്നുകളയണം. അതിൽ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ? അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. ഐ എം എ മീഡിയ പേഴ്സൺ. അതുകൊണ്ടാ. ഓ, മീഡിയ ആണല്ലേ. റെഡപ്പ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് മൈനിന് വേണ്ടി, നീ ആണെങ്കിൽ ന്യൂസിന് വേണ്ടി. അപ്പോ മീഡിയ മോശമാണെന്നാ? മീഡിയയുടെ പവർ എന്താന്ന് എല്ലാവർക്കും അറിയുന്നതാ. കറക്റ്റ് കറക്റ്റ്, നന്നായിട്ട് അറിയാം. കാക്കയ്ക്ക് എത്ര പല്ലുണ്ട്, കഴുതയുടെ മുട്ടയുടെ വെയിറ്റ് എത്ര, പട്ടി അണ ചേരുന്നത് ഏത് മാസത്തിലാ, ഇതൊക്കെയല്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ്. ഇതൊക്കെ ആർക്ക് വേണം കൊച്ചേ? What do you mean? ഈ മീഡിയ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സർക്കസാ. ആ സർക്കസിലെ കോമാളികളും ബഫൂൺസും ആണ് നിങ്ങൾ എല്ലാവരും. Can't believe this. How can you call media a circus? बाबू कैलकुलेट बाबू जल्दी आओ बाबू मीटर चार्ज ज्यादा हो जाएगा. എടോ, രേണുകമ്മ ഹിൽസിലേക്ക് പോകാം. രേണുകമ്മ ഹിൽസോ? ജൽദി आओ बाबू. ഇവിടെ കുഴിച്ച അവിടെ ഭൂമിക്ക് പ്രോബ്ലം ഉണ്ടാവും. ഇവിടെ കുഴിച്ച അവിടെ എങ്ങനെ പ്രോബ്ലം ഉണ്ടാവുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇന്ന് മാത്രം 60 ട്രക്ക് മൈൻ പോയിരിക്കണം. അത് കഷ്ടമാണ് സാർ. അണ്ടർഗ്രൗണ്ടിൽ വെള്ളം മൊത്തം തീർന്നു പോകും സാർ. ഇടിഞ്ഞു വീഴും സാർ. ആ രാജു പറ. അണ്ണ അവൻ കാട് വരെ എത്തി. ആര്? പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ അവൻ. നിങ്ങളെ തേടി രേണുകമ്മ ഹിൽസിലേക്ക് വന്നിരിക്കുകയാണ് അവൻ. ഇവിടേക്കോ? വരട്ടെ, ഇവിടെ വെച്ച് തന്നെ ശരിയാക്കി കൊടുക്കാം. എടാ ചിന്ന, ആ ചെക്ക് പോസ്റ്റിൽ ആരാ ഉള്ളത്? മാഡം, സത്യമായും 1,00,000 കോടി ഉണ്ടോ? 1,00,000 കോടിയുടെ അധിപനാണെങ്കിൽ ഈ ലോകം ഒന്ന് ഭരിക്കും റട്ടപ്പ. ഭയ്യാ, ഇതെന്താ ബ്ലഡ്? അവിടെ പുതിയൊരു കുഴി എടുത്തതാ. അല്ലാന്റെ പഠിച്ചോന് ഡ്രൈവിംഗ് കൂടാതെ ഫൈറ്റ് അറിയോ? ടൈം ഭയ്യാ. അല്ല ഭയ്യ, നിങ്ങൾ നാടകം കളിക്കുന്ന ആളല്ലേ? നിങ്ങൾ നരകത്തിരിവിലേക്ക് എന്തിനു വന്നതാ? പിന്നെ രേണുക ഹിൽസിലേക്ക് എന്തിനാ ഈ പോകുന്നത്? മാഡത്തിന് വേണ്ടി. മാഡം എന്ത് ചെയ്യുന്നു ഭയ്യ? സർക്കസിലാ പുള്ളിക്കാരി ജോലി ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കില്ല, വെറുതെ തമാശ പറയല്ലേ ഭയ്യ. വന്നേ, ഒരുപാട് ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ട്. നീ പറഞ്ഞ കാണിക്കും. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ ഞാൻ നുണ പറയുന്നാണോ? ലവ് 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 ഭയ്യ. നേരാടോ, മാഡം സർക്കസിലാ. ഇത് മറിമായത്തിൻ magic ഇത് മനസ്സുമയക്കണ music ഹർഷോത്സവവാസന നീ ഇനി പാരിച്ചൂടുമാറില്ല ചിന്താമരമലരിലെ പുതു മധു നുകരാൻ ഉല്ലാസപാടുവാൻ ഒരു വേദിക നീ തീർക്കുക. ലാഭം ചെയ്തിടാൻ ഒരു പരിമളമുള്ള തീർത്തിടാമതി. ഇത് മറിമായത്തിൻ magic ഇത് മനസ്സുമയക്കണ music ആദ്യം ഞാൻ കരുതിയില്ലേ ഈ നോടെ പ്രതിദേവതയാണ്. ഇന്ന് ഞാൻ കണി കാണാൻ സമ്മതം നീ തരികയില്ലേ? കയ്യോടെ കാണുമോ ഇനി യഥാർത്ഥമാം ചാരുതകൾ? സുഖമാരിയിൽ മുന്നിടും ഈ സമാഗമം പൂർത്തിയാകുവാൻ.
ഇത് മറിമായത്തിൻ magic house. ഇത് മനസ്സ് മയക്കണ music house. ആറിൽ ചാത്തിക്കാം വിരലാൽ ഞാൻ നഖകലകൾ ഏറെ ഒരു സ്വർഗം സൃഷ്ടിക്കാം. അലിഞ്ഞി കത്തുന്നു മഞ്ഞപ്പോയി പൊഴിയുന്നു നക്ഷതാരകൾ തെളിയുന്നു സ്വർഗലോകം നിറയുകയോ ഒരു നീക്കാമിനി ഒരു രാധാതപമാടുവാൻ ലീലാരസശാലയിൽ ഇനി രാവും പകലും നാം താമോദം മൂടിടും നാം സുധാരസം നേടിയിടും കാമോത്സവം മൂടിടും സ്വയം ഇടനാഗം പോലെ നാം ഇനി ഇത് മറിമായത്തിൻ magic house. ഇത് മനസ്സ് മയക്കണ music house. എന്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ടിന്റെ പേരാ ഈ വണ്ടിക്കിട്ടിരിക്കുന്നത്. സ്മൂത്ത് ആയിട്ട് കാണിക്കണേ. ഗംഗമ്മൻ കുളം ഇല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുളമില്ല. ഉള്ള കുളമൊക്കെ അവൻ ചളാക്കിട്ടിരിക്കില്ലേ. ഈ നാട്ടിലേക്ക് ആദ്യം എന്ന് പറഞ്ഞിട്ട് വഴിയൊക്കെ നല്ലപോലെ അറിയാമല്ലോ. എന്റെ മുത്തച്ഛന്റെ നാടാ. ഇത് മുഴുവൻ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. കണ്ടില്ലേ, മൈനിങ് ചെയ്ത് ഇവരൊക്കെ നശിപ്പിച്ചു. നിങ്ങളുടെ മുത്തച്ഛനും ഈ നാട്ടുകാരനാണോ മാഡം? മൈനിങ് മഹിമയാറ്റിപ്പോ. ഇവിടുത്തെ മണ്ണിൽ തൊട്ടാൽ മണിനാഥം കേൾക്കാം. അമ്മേ, നിന്റെ അടിയും വന്നു. കാശിനോടുള്ള ആർത്തിയാണോടാ? കാശിന് വേണ്ടി എന്ത് നീ ചെയ്യോടാ? എവിടെ പറയണം. എന്താ നടന്നത്? കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ, ഇതിന്റെയൊക്കെ കച്ചവട. എന്താണിത്? എന്താണിത്? കണ്ടില്ലേ? എടുക്കാം, എടുക്കണം, എടുക്കാം. ക്ഷമിക്ക്, എന്തോ അവൻ അറിയാതെ തെറ്റിപ്പോയതാ. അറിയാത്തവൻ ഈ പ്രായത്തിൽ ചെയ്യേണ്ട പണിയാണോ ഇവൻ ചെയ്യുന്നത്? 10 വർഷം ഇവൻ ജയിലിൽ കിടന്ന അറിയാതെ പറ്റില്ല. നീ മനുഷ്യനല്ലടാ. നിന്റെ കൊച്ചു ഭർത്താവ് എനിക്ക് അന്യനാണോ? നിങ്ങളൊക്കെ ഒന്നിച്ചു എന്നെ ഒറ്റപ്പെടുത്തി. നിന്നെ ഈ മുഖത്ത് വെച്ച് ഞാൻ ഒരുപാട് ദൂരം ഓടി കൊല്ലാമെന്ന് അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശം. നിന്നെ സുബ്രഹ്മണ്യ സാറ് വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ഒരു മനുഷ്യനായാൽ അന്യരെ സഹായിക്കണമെന്നായിരുന്നു സാറിന്. നിന്റെ അമ്മയോടും അച്ഛനോടും ഒപ്പം എന്റെ ഭർത്താവിനെ അവർ കൊന്നു. അങ്ങനെ അവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് ഞാൻ നിന്നെ സുബ്രഹ്മണ്യ സാറിനെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഈ ഗ്രാമമേ ഇല്ലാതായി. ചക്രവർത്തിയുടെ വിശേഷം? മരിച്ചുപോയെന്ന് ചിലരൊക്കെ പറയുന്നു. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയെന്നാണ് മറ്റു ചിലരൊക്കെ പറയുന്നത്. കണ്ടാ തിരിച്ചറിയാൻ കഴിയൂ? ഒരുപക്ഷെ കണ്ടാൽ എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും. ചിലപ്പോ മുഖം മാറിപ്പോയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് എങ്ങനെ പറയാനാ? മോനെ, നിന്റെ മുത്തശ്ശൻ
ഭയ്യോ പോലീസ് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാസ്തവത്തിൽ നിങ്ങൾ നാടകക്കാരനും മാഡം സർക്കസാരിയും തന്നെയല്ലേ? ടിപ്പു ഇതല്ലാതെ വേറെ വഴിയില്ലേ? അതിലൊരു വഴിയുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതിലെ കാറ് പോവില്ല മാഡം. ദേവിക താൻ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? എങ്ങോട്ടാ പോകുന്നെന്ന്? എടോ അമിതാഭ് ബച്ച, എന്റെ പൈസ തന്നിട്ട് പോ, എനിക്ക് മക്കേ പോവാനുള്ള കാശാ. എടോ മാന്യ, എന്റെ കാശ് വന്നിട്ട് പോ. എന്റെ കാശ് ഓട്ടം പിടിച്ചിട്ട് കാശ് വന്നില്ല. ഓട്ടം പിടിച്ചിട്ട് രണ്ടുപേരും പറ്റിച്ചിട്ട് പോയി. അതിലൊരുത്ത നാടകക്കാരനാ, മറ്റവളാണ് ഈ സർക്കസുകാരി. സർക്കസാ? അതെ സാർ, അവൻ സുരഭി ട്രൂപ്പ്, അവിടെ ഏതോ ജമിനി മനസ്സിലായില്ലേ? പിപിരി പി പി. അതല്ല, ജമിനി സർക്കസാ. എവിടേക്ക്? നരകത്തെരുവിൽ പോണെന്ന് പറഞ്ഞു. അവൻ നഗരത്തെരുവ് സെർച്ച് ചെയ്യ്. വെഹിക്കിൾസ് വെയിറ്റിംഗ് ആണപ്പാ. കൈനീട്ടും കൂടെ പോയിട്ടില്ല. കണ്ടില്ലേ? പറയാ. സോറി സാർ, വിചാരിക്കാത്തൊരു സംഭവം നടന്നു. എന്താ നടന്നത്? പള്ളമെട്ട് ജംഗ്ഷൻ്റെ അടുത്തൊരു പ്രോബ്ലം ഉണ്ടായി. നമ്മൾ മൈനിങ് നടത്തിയ സ്ഥലത്ത് വാട്ടർ നിലച്ചു പോയി. കൂടാതെ നമ്മുടെ ചില ആളുകൾ മരണപ്പെട്ടു. ശരി, ചാത്തോര് ചാത്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഡെഡ് ബോഡീസ് എന്ത് ചെയ്യണം? ഏയ്, പിന്നെയും പറഞ്ഞു വെക്കുന്നതിനാ? ശവങ്ങളെ കൊണ്ട് നഗരപ്രദക്ഷിണം ചെയ്യണമെന്നാ? സീത ചെല്ലും. എന്ത് ചെയ്യാൻ പോണെന്ന് എനിക്കറിയണ്ട. എത്രയും വേഗം പണി സ്റ്റാർട്ട് ചെയ്യണം. കമോൺ ഫാസ്റ്റ്. ഓക്കെ അപ്പാ, എല്ലാരും വാ. അപ്പോഴേ മിനിസ്റ്റർ സാറേ, ആ ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തു. താങ്ക് യു. വലിച്ചോട്ട് വടാ. ഏതവനാണ് നിന്നെ അയച്ചത്? പറയടാ. ഏതവനാണ് നിന്നെ അയച്ചത്? പറയടാ. പറയാൻ. അപ്പാ നിന്റെ തന്തയ്ക്ക് നല്ല ധൈര്യമായിരുന്നു ഞാൻ കൊന്നപ്പോ. നിനക്കെന്തടാ? നിന്റെ തന്തയെ കൊന്നോണ്ട് എനിക്ക് മൈൻസ് കിട്ടി. നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊല്ലുന്നേ. അപ്പാ, ചക്രവർത്തി ജീവനോടെ ഉണ്ട്. അവൻ ചത്തുപോയില്ലടാ. കർണാടക ചക്രവർത്തി ചത്തുപോയില്ലടാ. പേടിച്ചു പോയല്ലേ? ചക്രവർത്തിയുടെ പേര് കേട്ടപ്പോഴും പേടിച്ചു പോയില്ലടാ. ചക്രവർത്തി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിട്ടുണ്ടെന്ന്. അപ്പാ, പട്ടാഭി, ചക്രവർത്തി എവിടെയുണ്ടെന്ന് അവനറിയാം. ചക്രവർത്തി എവിടെയുണ്ടാ? പറയടാ. കർണാടക ചക്രവർത്തി എവിടെയുണ്ടെന്ന് പറയടാ.
അയ്യോ നീ ഒരു ചെക്കനും പെണ്ണും എന്തോ പറ്റിയെന്നാ തോന്നുന്നേ. അത് നമുക്ക് നോക്കാം. വാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. എന്താ പറ്റി? അച്ഛാ, ആ ക്യാമറയും തൂക്കി നടന്ന പെണ്ണല്ലേ ഇത്? ആരായാലും എന്താ, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കണം. കുട്ടി അപ്പാ നമുക്ക് ഇതേവരെ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം തെറ്റാണ്. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തിരക്കി എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അപ്പാ CI കൂട്ടിക്കൊണ്ടു. നമസ്തേ സാർ. ബംഗാരപ്പ, കണ്ടിട്ട് എത്ര വർഷങ്ങളായി? 5 വർഷമായി. കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു സാർ. നീ സർവീസിലുണ്ടായിരുന്നപ്പോൾ ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു 25 lakhs നിന്റെ അക്കൗണ്ടിൽ ഇട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ സാർ. ചക്രവർത്തി നിനക്ക് എത്ര തന്നു? ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ചക്രവർത്തി നിനക്ക് എത്ര തന്നു എന്നാ ചോദിച്ചത്. ചക്രവർത്തിയെ എൻകൗണ്ടർ ചെയ്തു സാർ. കർണാടക ചക്രവർത്തി ജീവിച്ചിരിപ്പുണ്ടാ? എത്ര കിട്ടിയെന്ന് എവിടെയുണ്ടെന്ന് പറയടാ. കോടി തന്നു സാർ. ചക്രവർത്തി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ അവനെ പൊക്കിക്കൊണ്ടുവാ. ശരിയപ്പാ. ആ ലേഡി ജേർണലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്താ? എനിക്ക് അവളെയും അവളുടെ കൂടെ ചുറ്റുന്ന ബാബുവിനെയും വേണം. ഇനി എന്തിനാ നിൽക്കുന്നത്? പോ. എന്തായടാ, ഫിനിഷ് ചെയ്തോ അലക്സ്? ദേവിക എവിടേക്കാ നിന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്? എല്ലാ സ്ഥലത്തും എന്നെ കൂട്ടിക്കൊണ്ട് പോകാറില്ല സാർ. നിന്നെ സഹായിച്ചത് ആരൊക്കെയാ? സാർ സാർ അത് സാർ സാർ ഇതെവിടെയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഇങ്ങോട്ട് വാടാ. പേടിക്കാനൊന്നുമില്ല, നേരം വെളുക്കുമ്പോഴേക്കും ഭേദാവും. മനുഷ്യൻ പിറന്ന മണ്ണ്, മനുഷ്യൻ വളർന്ന മണ്ണ്. എഴുന്നേറ്റിട്ടില്ല. വിളിക്കണോ? എന്തേ ചെയ്യുന്നത്? മറച്ചു വെക്കുക. എന്താ? മണ്ണ് മൊത്തം എടുത്ത് മറച്ചു വെക്കുക. ശാപ്പാടില്ലെന്നായാൽ അത് തരുന്നത് മണ്ണാ. മണ്ണയില്ലെന്നായാൽ അതുകൊണ്ട് മണ്ണെടുത്ത് ഒളിച്ചു വെക്കുക. മനുഷ്യൻ പിറന്ന അത് മണൽരാജ്. എല്ലാരും ഭ്രാന്തനെന്നാ വിളിക്കുന്നത്. മറ്റുള്ളവരൊക്കെ കാശുണ്ടാക്കുമ്പോ ഇങ്ങൊരു മണ്ണും ചുവന്ന് നടക്കുക. ഒരർത്ഥത്തിൽ ഭ്രാന്ത് തന്നെയാ. നിങ്ങൾ പോയി വിശ്രമിച്ചു. ഉണരുവാണെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങൾ വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ലടാ. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു, ഇവിടെ തന്നെ മരിക്കും. മരിക്കും വരെ ജീവിക്കണ്ടേ? അതുവരെ മാമുണ്ണൻ എന്ത് ചെയ്യും? ഇവിടെ തന്നെ കഴിയാനുള്ള വഴി നോക്കടാ. ഇവിടെ പട്ടിണി കിടന്നാൽ കൂടി ആ പട്ടണത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മൂപ്പ. ആ വാ മോനെ, ഇരിക്ക്. വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു വഴിയില്ല. എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾ ജീവിക്കേണ്ടത് ഇവിടെ തന്നെ. നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അവർക്ക് നന്നാവാൻ വേണ്ടിയാ. അത് വേണ്ട മൂപ്പ. അന്തി ഉറങ്ങാനുള്ള കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോയി. ജീവിക്കുന്നത് തന്നെ മരിച്ചതിന് സമമായിട്ടാ. ആ നിലയ്ക്ക് നമുക്ക് എന്ത് ജീവിതം? നമ്മുടെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ ഒരു വഴി തെളിയോടാ. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഉത്സവമുണ്ട്. ഇവിടെ ജീവിക്കാൻ ഒരു മാർഗമില്ലാതിരിക്കുമ്പോൾ അവരുടെ ഒരു ഉത്സവം. മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ എന്തിനാ ഈ ഉത്സവങ്ങൾ? ഞങ്ങളുടെ ഒരു വിശ്വാസം മാത്രമല്ല ഈ ഉത്സവം. ആ രണ്ടപ്പയില്ലേ, അയാള് നടത്തുന്നതാ ഈ ഉത്സവം. ഭദ്രകാളിയാണ് രാക്ഷസനെ വധിച്ചത്. രാമൻ രാവണനെ വധിച്ചു. നമ്മളും തീരുമാനിക്കണം, ശത്രുവിനെ വധിച്ചിട്ടേ ഇനി ഉത്സവമുള്ളൂ എന്ന്. അങ്ങനെ ആ റെഡപ്പയെ അവൻ എവിടെയായാലും ശരി കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ ഇനി ഉത്സവമുള്ളൂ എന്ന്. അതെങ്ങനാ മോനെ? ഉത്സവം ആഘോഷിക്കുന്നത് രാക്ഷസനെ വധിക്കാനാണ്. റെഡപ്പ അവന്റെ തല നെടുകെ പിളർത്തി നമുക്ക് ഉത്സവം ആഘോഷിക്കാം. അപ്പൊ എങ്ങനെയാ പക വീട്ടണേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ഞാനാ. ആ കാട്ടിലന്ന് പ്രശ്നം ഉണ്ടായില്ലേ? ഓർമ്മ വരുന്നില്ലേ? എന്താ നീയാ എന്താ ആലോചിക്കുന്നത്? നിന്റെ ജീവിതം താറുമാറാക്കിയവന്റെ തലയാണത്. അടിക്കണം, അടിക്കണം. ഏയ്
എന്താ മൂപ്പ, നിങ്ങളും അടിക്കുന്നോ? റെഡപ്പനെ അടിക്കണ്ടേ മൂപ്പന്? വാ. അതാണ് റെഡപ്പ. അടിക്ക് അടിക്ക് മൂപ്പ, ഉത്സവം ആഘോഷിക്കണ്ടേ? പുതുവസ്ത്ര കെട്ടി ഒരുങ്ങിക്കോ, കെട്ടിക്കോ, ഇന്ന് ഉത്സവ ദിവസമല്ലേ. പിന്നെ കുമാരൊക്കെ കൊല്ലാതെ വെറുതെ വിടാനാണോ പറയുന്നത്? മണൽ രാജ, മണൽ രാജ. പച്ചക്ക് ജീവൻ എടുക്കുന്ന വെട്ടുവെട്ടാൻ നോക്ക്. ഇവന് വെട്ടുമ്പോ അവന്റെ നെഞ്ചാ മുറിയേണ്ടത്. അവന് കൊടുക്കേണ്ടത് നരകമാണ്. മണ്ണ് വെട്ടുന്നത് പോലെ കോപം കൊണ്ട് മനുഷ്യനെ വെട്ടരുത്. റെഡപ്പയെ നമുക്ക് കിട്ടുന്നത് വരെ കാത്തിരിക്കണം. കണ്ണിൽ കണ്ടവനൊക്കെ വെട്ടിക്കൊല്ലുക അല്ല വേണ്ടത്. മനുഷ്യ ജീവിതം കൊണ്ട് പന്താടുന്ന കിരാതന്റെ ജീവൻ എടുക്കുക വേണ്ടത്. ഇവനല്ല അവനല്ല ആരായാലും ശരി, വെട്ടിയെരിയും. സത്യമാണ് മൂപ്പ. ഒന്ന് കളയുന്ന പറഞ്ഞേക്കാം അവനോട്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നോളൂ, നിങ്ങൾ ജീപ്പ് ഇപ്പോ വരും. ശരി. നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. ഇതും കൂടി അവര് നശിപ്പിക്കും. അല്ല, ചക്രവർത്തി എവിടെയുണ്ട്? പ്രസാദ് സാറിനോട് ചോദിക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമായിരിക്കും. ശരി, വാ. ആ പട്ടാഭിയും ചക്രവർത്തിയും തമ്മിൽ എന്ത് ബന്ധ? സർവ്വതും മിസ്സായി. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. എനിക്ക് കൊല്ലണവനെ, കൊല്ലണവനെ, കൊല്ലണം. എനിക്ക് ഒരു ദിവസം കൂടി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും വേഗം കൊല്ലണം, എങ്ങനെയെങ്കിലും കൊല്ലണം. ഇത്തവണ മിസ്സാവില്ല. ശരിയായോ? ശരിയായോന്ന്? മൈൻഡ്സ് ബ്ലാസ്റ്റർ കൊല്ലാൻ മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ അനന്തരവൻ. ചക്രവർത്തി ജീവനോടുണ്ടെന്ന് അറിഞ്ഞത് റെഡപ്പ അല്ല, ഇനിയൊരാളാണ്.
ചക്രവർത്തിയെ കൊല്ലുന്നതോടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും. സോൾവ് ആകും. അവനാണ് എൻ്റെ ആജന്മ ശത്രു. അന്നത്തെ എൻ്റെ കാട്ടിലൂടെയുള്ള യാത്രയിൽ ഞാൻ ചിലതൊക്കെ കണ്ടു. അവിടെ വെച്ചാണ് രാജ റെഡപ്പയെ കാണുന്നത്. ഞാൻ ചക്രവർത്തിയെയും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ. ആ ചക്രവർത്തിയെ കണ്ടുപിടിക്കാൻ പ്രസാദിനെ കാണണം എനിക്ക്. നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നെ CBIക്ക് ലീഡ് ചെയ്തു. ഇനി എന്നെക്കുറിച്ച് മറ്റാരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. പ്രസാദ്, സിഗരറ്റ് വലിക്കണോ? ദേവിക എന്തൊക്കെ അറിഞ്ഞു? എല്ലാം അറിയാം. നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത് വരെയുള്ള എല്ലാ വഴികളെക്കുറിച്ചും അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ ക്രൈം ഫയൽ അവളുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളുടെ മൈനിങ്ങിനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിനെ കുറിച്ച് പോലും അവൾക്കറിയാം. മൊത്തം അറിഞ്ഞോ? ചക്രവർത്തിയെ കണ്ടിരുന്നോ? ചക്രവർത്തിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയണമെങ്കിൽ സമയം വേണം. ആ നാടകക്കാരൻ ബാബു, അയാളുടെ കൂടെയുള്ള ദേവിക, അവരുടെ കഥ എന്താ? ബാബുവും ദേവികയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഞാൻ ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് കാണുന്നത്. അവൻ തീയിൽ മുളച്ച ജന്മമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനൊരു ഡെയർ ഡെവിളാ. സർ, ജേർണലിസ്റ്റ് പ്രസാദാണ് സർ. ആരോ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. മീഡിയക്കാരെത്തിയിട്ടുണ്ട്. സ്വല്പം വേഗം ക്ലിയർ ചെയ്താൽ ബെറ്റർ, അല്ലെങ്കിൽ പ്രോബ്ലം ആവും സർ. അതെ സർ. ഓക്കെ സർ. അങ്ങനെ ഒടുവിൽ ആ നല്ല മനുഷ്യന് കൊല്ലപ്പെട്ടു. പാവം. ആ മരണത്തെ വ്യസനിക്കരുത്, അഭിമാനിക്കുക വേണ്ടത്. ദേവിക, ആർ യു ഓക്കേ? പ്രസാദ് സാറിനെ കൊന്നു കളഞ്ഞു സാർ. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാനിപ്പോ പുറപ്പെട്ട് ബാംഗ്ലൂർക്ക് പോവാ. റെഡപ്പനെ വിടരുത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ് സാർ. നീ വേഗം ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു. ഓക്കെ സാർ, ഞാൻ ഇപ്പോഴേ പുറപ്പെട്ടേക്കാം. ബാബു, ഞാൻ ടിപ്പുവിനെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. എന്റെ ലാപ്ടോപ്പും ബാഗും എല്ലാം അതിലാ. ഞാൻ കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും അതിലാ ഉള്ളത്. ദേവിക ഒറ്റയ്ക്ക് എന്നെയും അവർ കൊല്ലുമെന്നാണോ പേടിക്കുന്നത്? ഐ വോണ്ട് ലീവ് ദിസ് ഗൈസ്. ദേവിക, പ്രസാദിന്റെ മരണത്തിൽ നിനക്ക് നിനത്തിന് റിവഞ്ച്. നിന്നെ ഹെൽപ്പ് ചെയ്തോണ്ടാ? ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ദേഷ്യം വരുന്നുണ്ട് ദേവിക. ഓരോ ദിവസത്തെ പത്രം കാണുമ്പോഴും ദേഷ്യം വരുന്നുണ്ട്. ഇന്നും ദേഷ്യം വന്നു. വേറെ ന്യൂസ്, വേറെ ഇൻസിഡന്റ്. അന്ന് ഫോറസ്റ്റ് വെച്ച് കണ്ടപ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ. അന്ന് ആ ചക്രവർത്തിയോടുള്ള ദേഷ്യം കൊണ്ട്. നോക്ക് ദേവിക, റെഡപ്പ് അയാളോട് അനീതി ചെയ്തു. ഇപ്പൊ കൂടെ അയാളോട് അനീതി ചെയ്തോണ്ടിരിക്കുക. എന്നിട്ടും എന്റെ കൺട്രോൾ എനിക്ക് തെറ്റുന്നില്ല. അതുകൊണ്ട് അനീതി കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാനോ? എന്ത് ചെയ്യണമെന്ന് ദേവി പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ ന്യായമുണ്ട്, ഓരോ നിലപാടുണ്ട്. ഓരോരോ മനുഷ്യനും അവനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ റെഡപ്പെ നോക്ക്, അവൻ അവസരം കിട്ടി, അത് മുതലാക്കി. 9 മാസം ചുമന്നിട്ടാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്ന് ചിലര്. അതല്ല, ആണിന്റെ അടുത്ത് 10 നിമിഷം സുഖിച്ചതിന്റെ ആണെന്ന് വേറെ ചിലർ പറയുന്നു. രണ്ടും ശരിയാണ്. എന്നാൽ പൗരുഷമില്ലാത്തവൻ മനുഷ്യനല്ല. കിടപ്പറ സുഖം മാത്രം തേടുന്നവൻ മൃഗമാണ്. എത്ര ഈസി ആയിട്ട് പറഞ്ഞു. ചക്രവർത്തിയോടുള്ള കോപം ചോർന്നു പോയോ? നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ദുഃഖിക്കും. എല്ലാം വിടാനാണ് ഭാവമെങ്കിൽ എന്നെയും വിട്ടേക്ക്. ദേവിക, കുടിക്കാൻ പച്ച വെള്ളം പോലും തരത്തില്ല. ഞങ്ങൾ എഴുതുന്ന കഥകളും തിരക്കഥകളും ഒക്കെ ആണേ നിന്റെയൊക്കെ തലയിലെടുത്ത്. പോലീസിനോടാണ് നിന്റെയൊക്കെ നാടകളി. കർത്തന് പിന്നിൽ അനാശാസ പ്രവർത്തനം എന്ന് പറഞ്ഞ് നിനക്കൊക്കെ എതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും. ഇരിക്ക്.
ദേവിക എവിടെയാടാ? അറിയില്ല. എന്താ അവള് നിന്റെ ലൈനാ? അല്ലടാ, നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോന്നാ? നീ ഒരു അനാഥനല്ലേ? ഈ നാടകമൊക്കെ ആയിട്ട് മര്യാദയ്ക്കാൻ കഴിഞ്ഞുകൂടിയാ പോരെ, അല്ലെങ്കിൽ നിന്റെ ട്രൂപ്പ് പോലും ഉണ്ടാവില്ല. ആ നാക്കറുപ്പ് കേസിൽ നിനക്കെന്ത് കാര്യമാ? ചെയ്താരി ചെയ്തത് തെറ്റ് തന്നെയാ. ഇതാ ഈ കാശ് മേടിച്ചിട്ടൊക്കെ പിന്മാറും. രാത്രിയിലെ നാടകത്തോടെ നീ ബെല്ലാരിക്ക് വിട്ടും. വാങ്ങിയടേ വാങ്ങടേ, അങ്ങോട്ട് വാങ്ങടേ. വാങ്ങിയിട്ട് നീ തന്നെ കൈ വെക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വിതരണം ചെയ്യുകയൊക്കെ ചെയ്പ്പോ. ചെല്ല് 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 ചെല്ല്. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാനാ പ്ലാനെങ്കിൽ ചുട്ട് എരിച്ചു കളയും നിന്നെ. മിണ്ടാൻ പറ്റില്ല നിനക്ക്. നിന്റെ നാടക ട്രൂപ്പ് മൊത്തമായിട്ട് വെട്ടി അരിഞ്ഞ് സ്റ്റേജിന്റെ കീഴെ കുഴിച്ചിടും ഞങ്ങള്. ഓ വേഗം സ്ഥലം വിടാൻ നോക്ക്. അവന് എന്തൊരു ഉപദേശം. അവൻ നമ്മുടെ വഴിക്ക് വരുമെന്നേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതുള്ളൂ. ചെയ്തു ഹൽച്ചൽ ജനഗണ മനസ്സ് ജന്തർമന്ദ ദുനിയാ മൊത്തം പ്രൗഢികളാണല്ലോ. സുരസുത തുള്ളും ഉള്ളിനുള്ളിൽ പാമ്പുണരുന്നൊരു പന്നപരാഗം പാടുപതാരോ ഒരുവൻ വന്നെങ്കിൽ. പ്രായത്തിൽ വെള്ളത്തിൽ ആടും വേദനമാണല്ലോ കാണാൻ പോകണ പൂരങ്ങൾ. കാലെ കൂട്ടിച്ചൊല്ലാമോ കാലം നീ ജ്ഞാനം നീ, ആരും നിന്നെ അറിയില്ല. രാജാ നീ എന്നറിയും നീ, രാജ്യം മാറിപ്പോകലേ. ഭൂഗോളം മാജിക്കിൻ മായാജാലം, ഈ ലോകം വെട്ടിപ്പിന്റെ കേന്ദ്രമാ. ഭൂഗോളം മാജിക്കിൻ മായാജാലം, ഈ ലോകം വെട്ടിപ്പിന്റെ കേന്ദ്രമായി. പെട്ടെന്നാൽ പാടാടേ ഒരു ജന്മം പൂളാടേ, പോരാടും വീരന്മാരുടെ വിശ്വമേ. ചെയ്തു ഹൽച്ചൽ ജനഗണ മനസ്സ് ജന്തർമന്ദർ ദുനിയാ മൊത്തം പ്രൗഢികളാണല്ലോ. പാമ്പുണരുന്നൊരു പന്നപരാഗം പാടുപതാരോ ഒരുവൻ വന്നെങ്കിൽ. പ്രായത്തിൻ കാലത്തിൽ ആടും വേദനമാണല്ലോ കാണാൻ പോകണ പൂരങ്ങൾ. താരെ കൂട്ടിക്കൊള്ളാമോ താരം നീ ഗാനം നീ, ആരും നിന്നെ അറിയില്ല. രാജാ നീയെ പ്രതിയും നീ, മാറിപ്പോകലേ. The show must go on. എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? മാഡം, CM വരുമ്പോ പോലീസ് വണ്ടി മാത്രമേ കൂടെ വരും. നിങ്ങൾ വണ്ടി കയറി കഴിഞ്ഞാൽ പോലീസും ഗുണ്ടകളും എല്ലാം ഒരുമിച്ച് വരും.
ടാക്സിയിൽ വെച്ച് എന്റെ ബാഗ് മറന്നുപോയി. ഉണ്ടോ? മാഡം, ടാക്സിയിൽ ബാഗ് മാത്രമല്ല എനിക്ക് തരാനുള്ള കാശും കൂടി അതിനകത്തുണ്ടാവും. മറന്നുപോയോ? കാശ് ഞാൻ തരാം. ബാഗ് സേഫാ? ബാഗൊക്കെ സേഫാ, പക്ഷെ എന്റെ കാശ് തന്നെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ അമിതാഭ് ബച്ചൻ എവിടെ? അഭിനയിക്കാൻ പോയോ? മാഡം, ബാഗ് തുറന്നു നോക്ക് മാഡം. ലേഡീസ് ബാഗ് കൈകൊണ്ട് തൊട്ടിലായി ടിപ്പു. ടിപ്പു, എനിക്ക് ബാംഗ്ലൂർ പോണല്ലോ, നീ കൊണ്ടുപോവോ? ബാംഗ്ലൂർക്കല്ലേ? കാശ് കയ്യിലുണ്ടല്ലോ, എന്നാ വണ്ടി കയറിക്കോ. ഇവിടെ ഇവിടെ ഞാൻ പിടിക്കാം, ശ്രദ്ധിച്ച്. എങ്ങനെയുണ്ട്? ആ മേക്കുമാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ വാ. ബാബു, നാട്ടുകാരൊക്കെ ചോദിച്ചോണ്ടിരിക്കുക ഇന്ന് നാടകം നടക്കുമോ ഇല്ലയോ എന്ന്. നീ എവിടെ പോയതാ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. എന്തു പറ്റിയടാ? ഇന്ന് വൈകുന്നേരം നാടകം നടക്കുമോ ഇല്ലയോ? ഇനി എവിടെ നടക്കാനാ നാടകം? ഇവന് സംസാരിക്കാൻ വയ്യ. അവനാണെങ്കി ഇപ്പോഴാ വന്നത്. അതെ മുത്തശ്ശ, നാടകം കളിക്കണം. ഈ നാടകം അഭിനയിക്കല്ല, നമ്മൾ ജീവിക്കാൻ പോവുക. കാണികൾ കണ്ട് കൈയടിക്കുന്നതിൽ മാത്രമാണോ നാടകത്തിന്റെ വിജയം? അല്ല, 100 കണക്കിന് കാണികളുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരാളെങ്കിലും നിശബ്ദമായിരുന്ന് നാടകം ശ്രദ്ധിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി നമ്മൾ നാടകം കളിക്കണം. ആ ഒരാൾ ഞാനാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി മുത്തശ്ശൻ. ഈ നാടകം മുത്തശ്ശൻ എനിക്ക് വേണ്ടി എഴുതിയതാ. ഒരു മുത്തശ്ശി വന്നില്ലേ അന്ന്? എന്തിനാ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വന്തം മകനെ പോലെ എന്നെ കരുതിയത്. എവിടെയോ പിറന്നു വീണ എനിക്ക് ജീവിതം നൽകി. തെറ്റുപറ്റിപ്പോയി എനിക്ക്. മുത്തശ്ശൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുമായിരുന്നു. ഇപ്പൊ എനിക്കൊരു 20 വർഷം കൂടി ജീവിക്കണം തോന്നുന്നു. അതെ ക്യാമറ മാഡം, കാറിനകത്ത് സർക്കസ് ചെയ്യുവാണോ? അതിരിക്കട്ടെ, സർക്കസ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാടകം എവിടെ പോയി? ടിപ്പു, കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ അറിയില്ലേ? ഇതിനേക്കാൾ സ്പീഡിലോ? ഇപ്പൊ കണ്ടോ മാഡം? 35 മാഡം. മാഡം 45 മാഡം. ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് വേണോ? എടോ മുതുക്ക, തന്റെ മുഖത്ത് കണ്ണിലിടോ. എന്നല്ലോ കുഴപ്പമായി. ഒന്നും പേടിക്കാനില്ല ടിപ്പു. അമ്മാവാ, ഒന്നും പറ്റിയില്ലല്ലോ. മാഡം നോക്ക് മാഡം, അയാൾ ചത്തോയില്ലോന്ന് സൂക്ഷിക്കണ്ടേ? മാഡം ഓക്കെയാ നോട്ട് ഓക്കെയോ? എന്താ മാഡം, അയാൾ വടിയായോ? കുഴപ്പമില്ല ടിപ്പു. ഇനി 30 കിലോമീറ്റർ കൂടുതൽ പോണെന്ന് പറയല്ലേ മാഡം? ഇപ്പൊ ക്രോസ് ചെയ്തു.
എന്താ നടക്കുന്നത് ഇവിടെ? എന്താ നിനക്ക് വേണ്ടത്? സോ നീയാണോ ചക്രവർത്തി? നീ തന്നെയല്ലേ അത്? അതേടി, റെഡപ്പ ചത്തുപോയെന്ന് നീ എഴുതിക്കോ. അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. നിന്നെ ആര് കൊല്ലാനാ? നീ ക്രിമിനൽ അല്ലേ? ചേച്ചിയും ഭർത്താവിനെയും കൊന്നവൻ ഞാനോ? ബാബു, നിന്റെ അനന്തരവൻ. നിന്നെ കൊന്നിട്ട് ക്രിമിനലായി മാറാൻ പോവും അവൻ. എങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടു വാ, ഇങ്ങോട്ട് കൊണ്ടുവാ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊല്ലാം ആ ചക്രവർത്തിയെ. അവന്റെ അച്ഛനമ്മമാരെ കൊന്നവനെ എന്റെ ജീവിതം അകാരണമായി കൊല്ലുന്നവനെ. എന്റെ പേര് പറഞ്ഞവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയപ്പോ ഞാനല്ല ചക്രവർത്തി, അവനാണ് യഥാർത്ഥ ചക്രവർത്തി. ഞാൻ റെഡപ്പയാണ്, ഞാൻ റെഡപ്പയാണ്. ചക്രവർത്തി എന്റെ സുഹൃത്തായിരുന്നു. ചേച്ചി അളിയനെ കൊന്നിട്ട് അവൻ എന്റെ അടുത്ത് വന്നു. അവൻ അമ്മയും അച്ഛനും ഇല്ലാത്തവനാണെന്ന് എന്നോട് പറഞ്ഞു. ഗുഡ് ഓർ ബാഡ്, എനിക്കൊരു ഐഡന്റിറ്റി വേണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൻ എന്റെ ഐഡന്റിറ്റി തട്ടിയെടുത്തു. എന്നിട്ട് റെഡപ്പ എസ്റ്റേറ്റ്സ്, റെഡപ്പ മൈൻസ്, റെഡപ്പ ഗ്രാനൈറ്റ്സ് എല്ലാം എന്റെ പേരിൽ അവൻ എഴുതി വെച്ചു. എന്നിട്ട് എന്റെ കല്യാണം കൂടി നടന്നു വെച്ചത് അവനാണ്. ഇത് വെച്ചോ. ഈ ജോലി എനിക്ക് ഇഷ്ടമല്ല. എന്ത്? ഞാൻ ഇതിന്ന് മാറാൻ ആശിക്കുന്നു. ഭാര്യ പ്രഗ്നന്റായി. നാളെ എന്റെ കുട്ടികൾ എന്നെ കൊള്ളരുതാത്തവനെന്ന് പറയാൻ ഇടവരുന്നതല്ലോ. എന്ത് ചെയ്യാൻ? എന്റെ ഷെയർ തന്നേക്കോ. ഞാൻ വേറെ ബിസിനസ് തുടങ്ങാം. ഷെയർ എന്തിനാടാ? എല്ലാം റെഡപ്പേടല്ലേ, ശരിയല്ലേ? എല്ലാം റെഡപ്പേടെ പേരിലാണ്. ഇപ്പൊ നീ എന്റെ ഷെയർ തരേണ്ടത്. എന്താണ് ഇത്? ഇതൊക്കെ എന്റെ പേരിൽ എന്തിനാ നീ എഴുതി വെച്ചത്? നീ എന്റെ ചങ്ങാതിയല്ലടാ. ചക്രവർത്തി ഫോറസ്റ്റിൽ 3 കൊലപാതകങ്ങൾ നടത്തി അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഇവിടെ വന്ന് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചക്രവർത്തി ആരാ? നിങ്ങളിൽ ചക്രവർത്തി ആരാ? ഇവൻ ചക്രവർത്തി. ഞാൻ ഇവന്റെ സുഹൃത്ത്. എന്തായി പറയുന്നത്? ഞാൻ റെഡപ്പ, ഇതാണ് ചക്രവർത്തി. സംശയമുണ്ട്, അവളോട് ചോദിക്കുക. ആരാണ് നീ പറ? അയാളല്ല ചക്രവർത്തി, ഇയാളാ. ഞാൻ ചക്രവർത്തി ഇല്ല. അവനെ ചക്രവർത്തി. ഞാൻ റെഡപ്പയാണ്. ഞാൻ റെഡപ്പയാണ്. അവനെ അവൻ കാരണമാ അവന്റെ അനന്തരവൻ അച്ഛനെയും അമ്മയും കൊന്നത്. എന്നാൽ ഞാനോ? എന്റെ ജീവിതം തന്നെ അവൻ നഷ്ടപ്പെടുത്തി. അവനെ കൊല്ലുന്നത് തെറ്റാണോ? അവനെ കാണുന്ന എനിക്ക് അവൻ എൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു. ഇനി അവൻ്റെ ശബ്ദം ഉയരാൻ പാടില്ല. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞോ? ഡാ, നീ മേക്കപ്പ് ചെയ്യുന്നില്ലേ? ചെല്ല്. നിന്നോടാ ചോദിച്ചത്. ഈ നാടകം ഞാൻ കളിക്കുന്നില്ല. നാടകം അഭിനയിക്കാൻ എനിക്ക് പേടിയാ. പേടിയോ? മുത്തച്ഛൻ ഏതോ ഭാഗവതം എഴുതിയെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ മനുഷ്യജീവിതമായിരുന്നു. ഈ ദശാവതാരം ഞാൻ എപ്പോഴോ കാട്ടിൽ അഭിനയിച്ചു. അപ്പോഴും അദ്ദേഹം എത്ര ആനന്ദിച്ചു എന്നറിയൂ. ദൈവത്തിന്റെ സഹായം, ഒരു ചെറിയ സഹായം ചെയ്യുന്നവനാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പന്നിയാണ് സഹായിക്കുന്നതെങ്കിൽ അത് വരാഹമൂർത്തിയാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന്. അദ്ദേഹം എഴുതിയത് ദൈവത്തെക്കുറിച്ചല്ല, സഹായങ്ങളെക്കുറിച്ചാ. ഒരാൾ സഹായം ചോദിച്ചാൽ വേണ്ട, നമുക്കെന്തിനാന്ന് ഉൾമനസ്സിന്റെ താക്കീത്. അറിയില്ല, ഈ നാടകം അഭിനയിക്കാനുള്ള അർഹത എനിക്കില്ല. ശരിക്കും
നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. എല്ലാവരും നാടകം വേണ്ട എന്ന് പറഞ്ഞ് പോകാനൊരുക്കിയപ്പോ നീയാണ് എല്ലാവരെയും പിടിച്ചു നിർത്തിയത്. നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും അന്യായം സംഭവിച്ചാൽ ഭയപ്പെടാതെ നീ വേണം മുന്നിൽ നിൽക്കാൻ. ഒരു രാക്ഷസം മൂലം ഉണ്ടായ ഇരുട്ടിന് നിന്റെ കൈകൊണ്ട് വേണം ഉദയം ഉണ്ടാക്കാൻ. ഇതാണ് ജഗത് തത്വം. എടാ, ഡയലോഗ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, പഠിച്ചിട്ടുണ്ട്. വീരരാഹു പറയുന്ന പോലെ തന്നെ പറയുമല്ലോ. ആ, പിന്നെ ഞാൻ പറഞ്ഞോളാം. വേണ്ട, വാ, അത് നിനക്ക് കഴിയില്ല. വാ. വന്നേ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? പറയുന്ന കേട്ടില്ലേ? മാക്കില്ലല്ലോ നിനക്ക്, പിന്നെ എങ്ങനെ അഭിനയിക്കാനാ? എന്നെ കൊല്ലാനുള്ള പരിചയമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. അഥവാ ആണെങ്കിൽ തന്നെ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി വന്നതാ. പട്ടാഭിക്ക് വേണ്ടി ഞാൻ ഇവനെ അടിച്ചത്. നാടകം കളിക്കണ, ഇവരെ വിടരുത്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നാടകം കളിക്കുന്നു, നീ ജനങ്ങൾക്കിടയിൽ നാടകം കളിക്കുന്നു. രട്ടപ്പാ, അന്ന് നീ നാടകത്തിന് വൈകിയെത്തി. ഇന്നും നാടകം നടക്കുന്നുണ്ട്. എന്റെ മുത്തശ്ശൻ എഴുതിയ നാടകം, മത്സ്യം മുതൽ കൃഷ്ണാവതാരം വരെ മനുഷ്യൻ എങ്ങനെ മാറി വരുന്നു എന്ന് ചിത്രീകരിക്കുന്ന ഒരു നാടകം ഇന്ന് വൈകിട്ട്. എന്റെ ആളുകൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയും വാ, വന്ന് കാണ്. വരുന്നുണ്ട്, കാണുന്നുണ്ട്, നിനക്ക് വേണ്ടി കാണുന്നുണ്ട്. ബാബു, എനിക്ക് വിജയദശമി വലിയ ഭാഗ്യമുള്ള ദിവസമാണ്. ഈ ദിവസം കലാകാരന്മാർക്ക് ഞാൻ കാണിക്ക കൊടുക്കാറുണ്ട്. നിനക്ക് ഞാൻ ചക്രവർത്തിയെ തരാം. അമ്മാവനെ തരാം നിനക്ക്. തലയെടുക്കുന്നോ തീ കൊളുത്തുന്നോ അത് നിന്റെ ഇഷ്ടം. ചെല്ലും, നാടകം കളിക്കും, കാണാമല്ലോ. ആണില്ലെവിടെ സാർ? നാടകം കളിക്കുന്ന ആ ബാബു ഇല്ല ഇവിടെ? ആ ഉയരമുള്ള ആ ബാബു. ഇത് മാഡത്തിന്റെ കേസാണ് ബോസ്. അപ്പൊ ദേവിക? ബാബു, എന്റെ ബോസും ചക്രവർത്തിയും വന്നിട്ടുണ്ട്. റെഡ്ഡപ്പയുടെ തൊട്ടടുത്തായിരിക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യണമോ അതിനുള്ള അവസരമാണിത്. റെഡ്ഡപ്പ, അവൻ എൻ്റെ അനന്തരവൻ. ഞാനാടുന്ന ഈ നാടകത്തിൽ നിന്റെ അനന്തരവൻ.
നിന്റെ പ്രാണൻ എങ്ങനെ എടുക്കേണ്ടത്? നിന്നെ ഞാൻ തന്നെ കൊല്ലണം? അത് നിന്റെ അനന്തരവൻ ചെയ്താലോ? അത് നിന്റെ ഫാമിലി മെമ്പർ. ഇവനാണ് ചക്രവർത്തി. ബാബു, നീ എൻ്റെ അനന്തരവൻ, ലക്ഷം കോടിയുടെ അധിപൻ. എപ്പോഴോ നിന്റെ അച്ഛനും അമ്മയും കൊന്നെന്നും പറഞ്ഞ് ഇപ്പൊ എന്നെ കൊന്നിട്ട് നീ ഫ്യൂച്ചർ കളയണോ? പ്രപഞ്ചം വളരെ വലുതാണ്, ആലോചിച്ച് നോക്ക്. 1,00,000 കോടിയാണ്. ദേവിക, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ അനുഭവിച്ചാലേ അറിയൂന്ന്? ഇവന്റെ അന്യായത്തിന്റെ ആദ്യ ഇര ഞാനാണ്. ഞാൻ തന്നെ ഇവന്റെ അന്ത്യം. എൻ്റെ അടുത്താ നിന്റെ നാടകം? പൊയ്ക്കോട്ടെ എന്ന് കരുതി വിട്ടപ്പോ എന്നെ കൊല്ലോ? നീ കൊല്ലണോ? നിനക്ക് ജോഗമ്മ അറിയാമോടാ നിനക്ക്? മണൽ രാജ അറിയാമോടാ നിനക്ക്? മരിച്ചുപോയവരെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് അറിഞ്ഞാൽ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഓരോ ദിവസവും മരണം കാത്തിരിക്കുന്നവർ എത്ര ജീവിച്ചാലും മരിച്ചിരുന്നില്ല. നിന്റെ ചേച്ചിയുടെ മകനാടാ ഞാൻ. എന്റെ കൈകൊണ്ടാ നിന്റെ അന്ത്യക്രിയ.
എന്നെ വിട്ടേരെ, കൊല്ലല്ലേ ബാബു, പ്ലീസ് എന്നെ വിട്ടേ, എന്നെ വിട്ടേരെ. അരിമക മഹിമക ഗരിമക ఈశత్వముగా వశిత్వముగా వందే కృష్ణం జగద్గురుం వందే కృష్ణం జగద్గురుం కృష్ణం వందే జగద్గురుం కృష్ణం వందే జగద్గురుం వందే కృష్ణం జగద్గురుం కృష్ణం వందే జగద్గురుం కృష్ణం జగద్గురుం ഇവനാണ് റെഡ്ഡപ്പ. ഇവിടുത്തെ കാട് കത്തിച്ച് നമ്മുടെ ജീവിതം താറുമാറാക്കിയ റെഡ്ഡപ്പ ഇവനാണ് മുത്തച്ഛ. കൊല്ലണം ഇവനെ. അടുക്കരുത്. വേണ്ട.